ഞാനാണ് പറഞ്ഞിട്ട് ഞങ്ങൾ എലിക്കുട്ടിനെ വളർത്തിയേക്കണം. അതിനെ നോക്കുമ്പോ അട്ടാൻകുട്ടിയല്ലേ ആകെ തള്ള. ഞാൻ വന്നപ്പോ നീ ചൊറ്റ പോക്ക് മുന്നേ അസ്സലാമലൈക്കും. ഇന്നിപ്പോ ഞാൻ ഇപ്പൊ നേരെ അടുത്ത് എത്തിയിട്ടുള്ളൂ. എന്തേ ഒരാളിപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവർക്ക് 10 കാടമുട്ടിയും 10 എന്നാ കൂട്ടി പറയല്ലേ 4 കാടമുട്ടിയും 2 ഗ്ലാസ് ഓളിച്ചൊക്കെ കുടിച്ച് ഒരാൾ വേക്കിലിരിക്കണ്ട്. ഓപ്പ നെയ്ച്ചിന് കുട്ടിപ്പോ നെയ്ച്ചിന് ഉറങ്ങിട്ടോ. ഞാൻ ഇപ്പൊ നേരെ അടുത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാനില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാ പോകും. അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒക്കെ ആക്കിങ്ങാണ്ട് ഓള് ഇവിടക്ക് വന്നാ അമ്മിക്കല്ലേ എന്തേ. അപ്പൊ ഇന്ന് വന്നപ്പോ ഇവിടുത്തെ പണിയും കഴിഞ്ഞു. ഞാൻ വന്നപ്പോ ഉമ്മാനോടെ മതിന്റെ തുറക്കണ്ട അമ്മ, ഞാൻ വന്നിട്ട് തോത്തിക്കോളാം, ബാക്കിയുള്ള പണി നിങ്ങൾ ഏകദേശം നോക്കിക്കോളി. ചോറ് തീരുമ്പോഴത്തോളി വന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കാറ്. തുടക്കലും ഉമ്മ കഴിച്ചു. അപ്പൊ കറി ആയിട്ടില്ല, ഇനി ചോറ് കഴിക്കണം. അപ്പൊ ഞാൻ പാടൊന്ന് ഇതാക്കിയിട്ട് ഒരു 1:30-2 മണിയാകുമ്പോ മിന്നണം. എന്നിട്ട് അവിടെ പോയി ഫ്രിഡ്ജിൽ മീൻ വെച്ചിട്ട്. ചെറിയപ്പോ പോണ്ടെന്ന് ചെറിയപ്പോ ചിലപ്പോ പോണെന്ന് പറഞ്ഞിരിക്കണ. ചിലപ്പോ നമ്പാൻ പറ്റൂലേ, ഉറപ്പിച്ചാൻ പറ്റൂല. അവ എന്താ അറിയില്ല, ചിലപ്പോ പോവും. അപ്പൊ ഇനി മീന് മസാല ഒക്കെ ഇത് തൂമിച്ചാന്നല്ലമ്മ നമുക്ക് തൂമച്ചോറ് ഉണ്ടാക്കണം. റെസിപ്പി ആയിട്ട് ഫുഡ് ബ്ലോഗൊക്കെ എല്ലാവരും ചോദിച്ചു. ഇപ്പോളോ ആക്കല്ലേ എന്ത് ഫുഡ് ബ്ലോഗ്? റോട്ട് പോയിരുന്നോക്കി തമ്മ നല്ല ഭാവിയുണ്ട്. മറ്റേ പണ്ടൊക്കെ അല്ലേ നമ്മളതിലെ കൊത്ത എന്താ അമ്മി കൊത്താറുണ്ടോ അമ്മി കൊറേ കേട്ടിരിക്കണം. ശരിയാ. അല്ല എന്നിട്ട് ആ ഒരല് വലിച്ചു പോകല്ലേ ജമ റോഡ് കൂടി? ആ കാനല്ലേ ഒരല് ഒരല് വലിച്ച കാനല്ലോ ഒരല് വലിച്ചു. 1-2 ഒക്കെ ഉണ്ടാവും. എന്താ ചല്ല ഞാൻ കണ്ടു ഓർമ്മണ്ട്. അപ്പൊ ഇറക്കെല്ലോടത്ത് എന്താ കാട്ടിയത് റബ്ബേ? ഇപ്പൊ ഒരലുമില്ല, ഒന്നുമില്ല നമ്മളെ തറവാട്ടിൽ. പിന്നെ ഞാനൊക്കെ എത്ര കുത്തിക്കണ്, ഞാനൊക്കെ അമ്മാലിപ്പോ പുട്ടുത്തിക്കണ്, പുട്ടിന് കുത്തിക്കണ്. ദോശക്ക് കുത്തൂലേ ഇനി അമ്മ? ദോശക്ക് കുത്തുവോ? ജൂത്തി ഞാൻ കുത്തിക്കണ് പുട്ടിന്. നമ്മളെന്തൊക്കെ കുത്തിനി മാറില്ലേ പുട്ടിനും? ഞാൻ അമ്മ കുത്തണ കൊച്ചേട്ടാ ഞാൻ പോയി കുത്തി കൊടുക്കും. ആ ദോശക്ക് ഇടിച്ചൂലേനിയോ തരി കാച്ചിങ്ങാണ്ട്? ഞാൻ എപ്പോഴും കുടിച്ചലുണ്ട്. ഞാൻ ഇവിടെ കെട്ടിച്ചോർത്ത് കുത്തലുണ്ട്. അമ്മക്ക് ഒരു ഗോതമ്പ് പായസത്തിനൊരിതാ. അപ്പൊ ഗോതമ്പ് ഒത്തും. ഗോതമ്പ് എന്നിട്ട് ഉമ്മ അമ്മായിമ്മനോട് ചോദിച്ചു എനക്ക് എങ്ങനെ ഇങ്ങനെ കജ്ജ് മത്തി കുത്തൂലേ അനക്കെങ്ങനെ? ആ പിന്നെന്താ ഉമ്മാന്റെ കണ്ട് പഠിച്ചിട്ട് ഇമ്മാന്റെപ്പ ഞാൻ കുത്തി കൊടുക്കലുണ്ട്. ഇനി തള്ളല്ലേ ഉമ്മാക്ക് ഓർമ്മല്ല? ഇല്ല പിന്നെ എന്താ നിനക്ക് നന്ദില്ല സ്നേഹമല്ലൊന്നുമില്ല. ആ കുത്തിക്കണേ അല്ലാതെ ഞാൻ ഇപ്പൊ എങ്ങനെ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞാ കുത്തി പഠിച്ചിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ അപ്പള് അല്ലാത്തപ്പള് ഞാൻ കാട്ടി തന്നെ കുത്തിങ്ങാണ്ട് അവിടെ ഇൻഡോറിലോടുത്ത് തറവാട്ട് കലി അങ്ങോട്ട് ഇൻഡോർക്കോ നടക്കാൻ കാട്ടിത്തരാം. ഞാൻ ഇപ്പളല്ല ഇപ്പൊ ഇങ്ങോട്ട് താകാൻ പറ്റും. എന്താ അറിയില്ല ഉമ്മാക്ക് വരെ ഓർമ്മല്ല. ഞാൻ വരെ പുട്ടിനും ദോശക്കൊക്കെ വെച്ച് ശരിക്കും ഓർമ്മ ഉണ്ടല്ലോ. എന്നിട്ട് ഉമ്മ വേണ്ട വേണ്ട എന്നിട്ട് ഞാൻ കൊറേ കളി എന്നിട്ട് പിന്നെ പഠിച്ചിക്കണ ഞാന്.
തൂമിച്ചോറുന്നാണ്. എനക്ക് തിന്നാനാ ഓളാ നേരത്തിന് എനക്കും തിന്നല്ലേ. തിന്നണം. എന്നിട്ട് ഞാൻ തടിച്ചിട്ടുണ്ടാവും. അതിന് എനക്ക് ഉലുവാച്ചോറും തൂമിച്ചോറൊന്നും പറ്റൂലല്ലോ. ചോറ് പല പാത്രത്തിൽ കുറച്ചുണ്ട്. സന്ന തിന്നക്ക് ഞാൻ പെട്ടെന്ന് ഉമ്മ ഈ തിരിച്ചാ തിന്നാ. അങ്ങനെ അവള് തിന്നാൻ പറ്റാത്തൊക്കെ തിന്നു. അങ്ങനെ തിന്നാ തിന്നല്ലോ തുടങ്ങി. അത് മതി മോളെ. ചൂടിലെ ചോറ്. ആടിന്റെ സംഭവങ്ങളൊന്നും നമ്മള് തിന്നൂല. പക്ഷെ തിന്നാതെ നിവർത്തില്ല. ആടിന്റെ എന്താ ഞാൻ തിന്നേ? കൊടല് തിന്നിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ തിന്നിട്ടില്ല. കാലും കജ്ജും കാലും തിന്നിട്ടില്ല. കജ്ജും കല്ലും എന്താ മാങ്ങയും എന്തോ പറയാ. അതറിയോ സംഭവം? ഞങ്ങള് ആട് തിന്നല്ല. എന്താ വെച്ചാല് ഞങ്ങള് താഴെ ആയ ടൈമില് മാങ്ങത്താത്ത അറിയണ വീഡിയോയിലൊക്കെ ചിലവർക്ക് അറിയുണ്ടാവും. അതിന് ഞങ്ങള് കാരണം അന്തം തൊട്ടേ അതിന് 5-8 ആരാളുണ്ട്. സുന്ദരി കിട്ടു മേട്ടു പറഞ്ഞിട്ട് നമ്മള്. അപ്പൊ ഈ ആട് എന്ന് പറയുമ്പോ ചിലപ്പോ മാമതാത്ത എങ്ങോട്ടേലും പോകുമ്പോ നമ്മളെ കര അതിനെ അയച്ചാറ്റിയ മാമതാത്ത അല്ലെങ്കിൽ നമ്മളെ കര അതിന് കാൽക്ക് ഓർമ്മല്ലേ? കാടുകൾക്കൊക്കെ നമ്മളെ കാലം. അപ്പൊ ഈ ആട്ടിറച്ചി പോത്തൊന്നും പോയിന്ന്. അപ്പൊ ചിലവരൊക്കെ ഇതൊക്കെ തിന്നണ ആടുന്നാല്. പക്ഷെ ആട് എന്ന് പറയുമ്പോ ഞങ്ങൾ എല്ലാരും മാറിക്കും. ആട് മൊയലിന്റെ മോഹൻ തന്നെ വരും. ആട് മൊയില് അങ്ങനെ കണ്ട നമുക്ക് ഇറങ്ങാം. നമ്മളിങ്ങനെ വളർത്താൻ ഇഷ്ടപ്പെടുന്നോണ്ടേ മൊയില് ഞങ്ങൾ തിന്നലില്ല. എന്താ വെച്ചാല് നമ്മള് വരിയില് തറവാട്ടിലായ ടൈമില് ആനോ മോണ്ടേന് ഞങ്ങളെല്ലാരും മൊയിലിനെ വളർത്തിയേന്. അങ്ങനെയൊക്കെ ഒരു പിരാന്തേനിട്ട് ഞങ്ങള് തറവാട്ടിലായ ടൈമില് ഓല് കുറച്ച് പൈസ എടുക്കും, ഞങ്ങള് കുറച്ച് പൈസ എടുക്കും. എന്നിട്ട് അങ്ങനെ കുട്ടികളെ പെറ്റ് കൂട്ടിട്ട് ഇമ്മടുത്ത് വലിച്ചെറിയണക്ക് പെറ്റിട്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോ പിന്നെ ഇറങ്ങാറ്. പരീക്ഷന്റെ ടൈമിൽ അറിയണമെങ്കിൽ താത്ത ഷെബീക്കും വലിയ ക്ലാസ്സാക്കാരം. ഓൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാക്കാരം. ഞാനും മോട്ടനാവും ഉച്ചക്ക് മുമ്പാക്കാരം. അപ്പൊ പോണീന്റെ രാവിലെ മുതൽ ഉച്ചയിൽ ഞങ്ങള് വാലെടുക്കും കുട്ടിക്ക്. പിന്നെ ഓല് വന്നിട്ട് ഓല് വാലെടുക്കും. പിന്നെ അങ്ങനെ പരീക്ഷയും ക്ലാസ്സൊക്കെ ആയപ്പോ പരീക്ഷ ആവോളം സുഖേനെ. പിന്നെ പരീക്ഷ കഴിഞ്ഞ പടങ്ങറായി. രാവിലെ പോയ വൈകുന്നേരമല്ലേ. പിന്നെ ഉമ്മയൊക്കെ എടുത്ത് എറിയലും ഉറങ്ങായിട്ടങ്ങൾ. പിന്നെ വൃത്തിയില്ലല്ലേ മൊയില് വളർത്തുമ്പോ. ആകെ എന്തൊക്കെ പൂട കഴിച്ചിട്ടായിട്ട് പൂട പ്രസവത്തിന്റെ താകെ ഇതാക്കിയിട്ട് കുട്ടികളൊക്കെ തിന്നപ്പോ ഞങ്ങൾക്ക് തിന്നല്ലേ. ഇവിടെയൊക്കെ പിന്നെ മരുന്ന് വെച്ചെടുത്ത് മഞ്ഞ തേക്കലുറങ്ങി പൂട ഐറ്റങ്ങൾ തന്നെ പഠിച്ചതാക്കും. പക്ഷെ ഉണ്ടായി കിട്ടിയത് നല്ല 2 നമ്മള് തൊടുകൂടെ തിന്നാൻ കൊടുക്കുന്നുണ്ട്. വെള്ള നല്ല രസാ. ഞങ്ങള് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മൾ ഇതാക്കിയതാണ്. പിന്നെ അങ്ങനെ മതിയായി എല്ലാം വളർത്തി. മയിലും കുട്ടി പറഞ്ഞ എലിക്കുട്ടിനെ നമ്മൾ വളർത്തിയില്ല കൊറേ കാലം മുന്നേ. ഈ മുന്നെല്ലാത്തിനും ഉണ്ടാവും. പെരിയില് ഇങ്ങനെ റാക്കൊക്കെ തട്ടിക്കൊട്ടിയപ്പോ ഓന്റെ ഒഴിവാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാണ്. പിന്നെന്താ ഞങ്ങളോട് അണ്ണാൻകുട്ടി പറഞ്ഞു കൊണ്ടുവന്നത്. ഞങ്ങള് ഇതിന് പാലും കൊടുത്ത് ഞങ്ങളെല്ലാരും അന്നല്ല ഞങ്ങളവിടെ എന്ത് പരിപാടി ഉണ്ടാവും ഞങ്ങൾ അഞ്ചെണ്ണുണ്ടാവും. അതേമാതിരി അണ്ണാനാണ് പറഞ്ഞിട്ട് ഞങ്ങൾ എലിക്കുട്ടിനെ വളർത്തിയേക്കണം. പിന്നെ ഞങ്ങൾ അതിന്റെ ഒച്ചയും വാലൊക്കെ കൂർത്ത വാല് അതിനെ നോക്കുമ്പോ അണ്ണാൻകുട്ടിയല്ലേ ആകെ തള്ള. ഞാൻ വന്നപ്പോ നീ ചൊറ്റ പോക്ക് മുന്നേ ഉള്ള വടായ ചെറിയ കുട്ടികളല്ലേ. ഓല് പറയുന്നേ നമ്മള് ആയിക്കോട്ടെ. എന്നിട്ട് പാലൊക്കെ വാങ്ങി ഞങ്ങള് പാലൊക്കെ കൊടുത്തു. അങ്ങനെ അതേമാതിരി പൂച്ചനെ ഞങ്ങള് മദ്രസ വിടുമ്പോ പാലത്തിന്റെ അടിയിൽ നിന്ന് കാണും. ഞാന് ഷെഫീക്കാരും മോണ്ടനുണ്ടാവും. എന്നിട്ട് അവിടെ എടുത്തേക്കും, കവറില് കെട്ടിയേക്കും. എന്നിട്ട് മദ്രസ വിട്ട് വരുമ്പോ ഞമ്മള് കൊണ്ടുപോകും. അപ്പൊ നല്ല തൊപ്പല് പൂച്ചയാണ് കുഴമ്പല്. ഇപ്പൊ എന്നിട്ട് ആട്ടി വിട്ട് ആദ്യമായിട്ടാണ് ഇതാക്കി. എന്നിട്ട് ഞങ്ങള് മദ്രസക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങള് വല്ല ആലുണ്ട് അവിടെ ആലുണ്ടായി ആലിന്റെ അവിടെ വെക്കും. എന്നിട്ട് ഞങ്ങളറിയും മേ പൂച്ചേ. അപ്പൊ അനു ഇത് കണ്ടതാ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. വിറ്റല്ലാന്ന് അന്നിപ്പ വിൽട്ടു വരും. ആരോണ്ടന്നേ ഞാനല്ല. പിന്നെ പറയും ഞങ്ങൾ മദ്രസക്ക് കണ്ടതാണ്. പിന്നെ പറഞ്ഞു ഇവിടുത്തെ മീനോ എന്തേലൊക്കെ തിന്നാണെങ്കിൽ ഞാൻ അപ്പടുത്തെറിയെന്ന് പറഞ്ഞ ഒരു വാണിങ് ഒരാഴ്ച അവിടെ കൊണ്ടുവന്ന് കയ്യും കാലും പിടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഒഴിവാക്കിയാണ്. പൂച്ചേനൊക്കെ കൊണ്ടുവന്നേനി. വൽപ്പലിനെ വലുതിനെ കൊടുന്നു. വലിയ പൂച്ച എന്താ വെച്ചാൽ അത് ഇതുമാതിരി മാസത്തിട്ട് അവിടുന്ന് എല്ലാത്തിനും ഞങ്ങൾ ഈ 4 അവിടുന്ന് ഇടത് കൂടെ അല്ലേ വരിക. അപ്പൊ എന്താ ചെക്കീനകത്തല്ലേ അവിടുന്ന് കണ്ടിക്കണേ. അപ്പൊ കണ്ട പുലിന് എത്ര വലിപ്പുണ്ടടി. അല്ല അപ്പൊ നമ്മളത് കണ്ട അതിനെന്തോ വെജ്ജ ഒന്നും കാട്ടണില്ല. പോക്കാൻ പൂച്ച നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ. അപ്പൊ അനു മോട്ടനും പറഞ്ഞു വലിയ പൂച്ചയാണ്. ഞങ്ങള് ഹോസ്റ്റലായ ടൈമില് ഞങ്ങള് അനു ഫുള്ള് ഫുഡല്ലാന്ന് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിന്റെ അടുത്ത് പോയി ഓല് തൊട്ടുട്ടോ. അതിലങ്ങനെ ഇതായി. പിന്നെ ഞങ്ങൾ പിന്നാലെ അത് പോന്ന് പറഞ്ഞു. ആൾക്കാർ പോന്ന് പറഞ്ഞു. അതിൽ നിന്നിട്ട് വേങ്കാര് അവിടെ എത്തിയിട്ട് വേങ്കാര് പറഞ്ഞു ആണ് ഇതിനെ പിടിച്ചോണ്ടെന്ന്. ഓല മുറ്റത്ത് എത്തിക്കണം. അപ്പൊ ഞങ്ങളിപ്പോ ആരോ അവിടെ ഞങ്ങൾ നോക്കണ ആരോ കണ്ടിക്കണം. അപ്പൊ നിങ്ങളാണ് ഇതിനെ പിടിച്ചോണ്ട് മതിയാർക്ക് ഒന്ന് ഒഴിവാക്കി തരികയായിരുന്നു. ഇപ്പൊ ഷെഫീഖിനെ തല്ലിട്ട് തല്ലിട്ട് ഓർണ കിട്ടിയ കൊണ്ടുപോയിട്ട് പറഞ്ഞു. അത്രയും വലിപ്പ പൂച്ചനെ എവിടെ കൊണ്ടുപോയി
കൊണ്ടുപോയിടുക. എടുക്കാൻ വെക്കുവേന് ആട്ടി തൊഴിച്ച് നടന്ന് കുന്നുമറം കയറ്റി. അല്ലാതെ വേണ്ടാത് പെരി കണ്ട പുലിക്കുട്ടി കാരണം പോക്കല്ലടി ഇത്ര വലുപ്പല പോക്കാൻ. അന്നാണ് അത്രയും വലുപ്പല പൂച്ച മോണ്ടനോട് അഞ്ഞൂറ് എല്ലാം ചീറുക. വരുന്നോരോ നടക്കണില്ല. കുറച്ച് കഴിഞ്ഞത് ഇരിക്കുക. എന്നിട്ട് നമ്മളൊപ്പം ഇരിക്കുക. പിന്നീട് നീച്ച പിന്നീട് അതേമാതിരി വിൽക്കാണ്ട്. എന്താ വെച്ചാല് ജലനിധി പൈപ്പാണ്. അവിടെ തറവാട്ടത്തെ ടാങ്ക് എല്ലാരും കണ്ടാണു. ആ ടാങ്കില് മറ്റിവിടെ പിടിച്ചാൻ പോകും. തോട്ടില് മീൻ പിടിച്ചാൻ പോയിട്ട് കണ്ണാഞ്ചൂട്ടി എല്ലാം അങ്ങനെ കൊറേ മീനൊക്കെ കേട്ടോ. അത്രയും നേരം രാവിലെ ജലനിധി നമ്മക്കൊന്ന് കുളിച്ചാണ് ബാത്റൂം അതാണ്. അപ്പൊ അതിന് മീനൊക്കെ അത് പിന്നെ പൈപ്പ് ഇടുന്ന പോകും. ഇതൊന്നും അന്തം വേണ്ടേ. ആഴ്ചയിൽ 2 വട്ടേ വെള്ളം വരുള്ള പെരിക്കാകെ. അപ്പൊ ആ ടാങ്ക് ലാസ്റ്റ് വെള്ളം കഴിയുമ്പോഴേ ആ ടാങ്ക് എടുക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ റിങ് ബക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് നമ്മള് കുളിച്ചുമ്പോ എന്താ കാട്ടില് മീന് പെടുണ്ടോ ഓരോ പാട്ടില് മീന് പെടുണ്ടോ ഉമ്മാർക്കറിയില്ലത്. ഞങ്ങൾക്ക് ഓലെടുത്ത് പോയിച്ചിട്ടുണ്ടോ ഞമ്മക്കറിയില്ല. പക്ഷെ നമ്മൾ എണ്ണം വെക്കുന്നിട്ട് അതേമാതിരി ഞങ്ങൾ ടാങ്കിലിട്ടിട്ട് പിന്നെ ആരോ അമ്മായി എന്തോ ടാങ്ക് കൊണ്ട് നോക്കാൻ ജലനിധിയിൽ വെള്ളം വന്നീല് മീന് വന്നേ. ഞങ്ങളുണ്ടാക്കോട്ടെ ഞങ്ങള് ടാങ്കില് വീട്ടെ തറവാട്ടില് അമ്മായിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾക്ക് അമ്മായിയാണ്. എവിടുന്നും വന്നതല്ലത് പൈപ്പ് പൊയ്യ അമ്മായിയല്ലേ. പൊയ്ത് വരുന്ന പൈപ്പാണ്. പൈപ്പ് കൂടെ മീൻ വന്ന് ചാടിയതാണ്. ഇവിടെ ഒന്നോട്ടെയാണ്. അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ എന്തൊക്കെ നോണാണ് കാല ഡ്രസ്സേനി. ആ കുളിമുറിയിട്ടെന്ന് പറഞ്ഞാൽ സിമെന്റ് കെട്ടിയത് അതിലൊക്കെ കൊണ്ടുപോയി വേറെ ഒളിപ്പിച്ചേക്കാളി പൊളിച്ചത്. അത് പൊട്ടിച്ചോല് സ്ഥലല്ലേ വെള്ളം ലീക്കായിട്ട് അത് അന്നില്ല. നമ്മളൊരു സിമെന്റ് ഒരു അന്നാ ടൈമില് അവനാ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി നക്കുക. മുക്കി കൊണ്ടുവന്ന് നറുക്കുക. അയക്ക് പാല് എന്നിട്ട് കുരിച്ചപ്പോ അങ്ങനെ തിരിച്ചാനും പൈപ്പും കാര്യമൊക്കെ ആയതുകൊണ്ട് സുഖം. അന്നൊക്കെ ഇടങ്ങേറാണ്. അടുക്കളയിൽ അവിടെ പൈപ്പും കാര്യം. നമ്മളെ ബാത്റൂമിൽ പോണീന്റെ 15 മിനിറ്റ് മുന്നേ നമ്മള് ഒക്കെ ഒരുക്കി വെക്കണം. വെള്ളം അവിടെ അപ്പുറത്തൊന്ന് തൂക്കി പിടിച്ച് കൊണ്ടുണ്ട്. രാത്രി ആയാലും ഇട്ടാക്കെ ഇടങ്ങേറേ. പിന്നെ അന്ന് അവിടെ പുലി ഇറങ്ങിക്കണെന്നൊക്കെ പറഞ്ഞ് നമ്മള് ബാത്റൂമൊക്കെ പുറത്തുമല്ലേ തറവാട്ടില് വെട്ടാൻ പോണോല് ഈ പോക്കാമ്പൂച്ചനെ എന്തോ കണ്ടിട്ട് പറഞ്ഞു പുലിയാണെന്ന്. പിന്നെ അവിടെ വമ്പതേയും ഏതായില്ല അന്നത്തെ കല നല്ല രസേനി. നല്ല രസേനി. ഇത് പിന്നെ അവിടെ വല്ലാതായി. ഞങ്ങള് വലുതായപ്പത്തിന് പിന്നെ ഓള് കെട്ടിച്ചിട്ടു. ഞങ്ങളൊരു 5ന് അടിച്ചപ്പോ തന്നെ ഞാൻ നിക്കാറ്. 7 അടിച്ചപ്പോ പിന്നെ ഓള് പോയി. പിന്നെ പ്രസവം കുട്ടി അപ്പളും ഇപ്പളും അല്ലേ. തൂച്ചോറുന്നോ ഞങ്ങക്ക് വേണേ കൊറച്ചെടുത്തോ. ഞങ്ങക്ക് തന്നില്ല അറിയിച്ചു. ഇതാണ് ഓളെ തൂമിച്ചോറ് കേട്ടോ. തൂമിച്ചോറ് എല്ലായിടത്തും ഒന്നേക്കാരം. തിന്നോ ഞാൻ തിന്നോളാ. കണ്ടോള് തൊള്ള ചെന്ന് തൊള്ളിക്ക് തിരിക്കണ തരികയല്ലോ. ഉമ്മയുടെ പണിയിലാണ്. ഉമ്മ വേഗം പണിയെടുത്ത് കുറച്ചേരം കടന്നോളി. വേഗം പണിയെടുത്ത് കുറച്ചേരം കടന്നോളി അറിയാം. ഉപ്പന്നല്ലല്ലോ അമ്മ ചോട്ടില് അത് രസാണ്. പേര് ഉപ്പ് ഉള്ളിയില് ഉപ്പും കട്ട. ഓളട്ടത് അളക്കി കാണൂലെന്നാ. ഇനി ഉച്ചക്കന്നെ പോകൂലടി അങ്ങോട്ട്. പിന്നെ എന്തിനാ പോന്നത്? ഞാൻ വന്നോണ്ട് എനിക്ക് അറിയില്ലേ. ഓ കുട്ടിയെ കുട്ടി അരിയുണ്ട്. ഈ 2 കാര്യത്തിനപ്പൊ മണ്ടി പോന്നത്. കണ്ണക്ക് തൊപ്പിയേക്കണ്. പകല് വെല്ലിപ്പാനായിട്ടാണ് കൊഴപ്പൊന്നുമില്ല. അല്ല കണ്ണ് തൊപ്പി ആകെ മറന്നു. അങ്ങനെ ഉറങ്ങിക്കോളൂ. ഒച്ചമൂളിയൊന്നും പ്രശ്നമല്ല പകല്. അങ്ങനെ വേണം. ചില കുട്ടികള് വാതിലോർക്ക് ഒച്ചേട്ടാ ചെറുപ്പത്തിലേ ഇങ്ങനെ ഒച്ചയും പൊളി ഇട്ട് നിക്കേണ്ടി വരും. അല്ല ചിലവര് പറയുന്നേക്കാലോ കജൂല അങ്ങനെ ഞങ്ങൾക്ക് ആലോചിച്ചാലും പാടില്ല. കാരണം നമ്മളെ ഒച്ചനെ പടാണ്. കുട്ടികളിപ്പോ വരും. പരീക്ഷ ഇന്നും പാടിയുള്ളൂ. അല്ല നാളെയും പാടിയുള്ളൂ. ഇനി പൂട്ടി 5-ാം തീയതി തുറക്കുള്ളൂ. സുഖം
10 ദിവസമായിട്ടുള്ളൂ. ഇത് പറ്റിട്ട് 12 ദിവസം അല്ല, എങ്ങനെ 12-ാമത്തെ ദിവസം? 12-ാം തീയതി സിഫ്നേജ് പറ്റുന്ന 22-ാമത്തെയാണ്. അതിന് 10-ാമത്തെ ദിവസം. ഇജ്ജ് 12-ാമത്തെ ദിവസാന്ന് പറഞ്ഞ. 2 ദിവസം എന്താ സ്കൂൾ തുറക്കുമ്പോ 20 ദിവസം. അപ്പൊ ഇത് 40 എന്നാ വാക്കുകൾ അങ്ങോട്ടോട് മാറണ്ട സമന. 40 നമ്മളെ ഇതെന്താ കമ്പലോ? നമ്മൾ ചെങ്ങായിക്ക് കുട്ടിക്ക് കിട്ടിയ ചെങ്ങായി എന്ന് പറയണ്ട. അങ്ങനെ വന്നു പോവാണ്, ഒന്നും ഉണ്ടായിട്ടല്ല. കുപ്പായങ്ങള് കാട്ടിയാലോ നമുക്ക്? ചെറുതല്ലേ. അപ്പൊ ഇത് ഇന്നലെ ഓളമ്മ വന്നീനി. ഇമ്മി ചെറിയാപ്പം കാണാൻ വന്നീനി. ഞാൻ കണ്ടിട്ടില്ല. ഓല അങ്ങനെ വാങ്ങി വന്നെടുത്ത് വന്നു. രസമുണ്ടല്ലേ? ഇത് ഇതിപ്പടാ പാകത്താണ്. പിന്നൊക്കെ പറ്റൂല അല്ലേ? പിന്നെ ഈ ഒരു കൂട്ടോ രസമുണ്ട്. കുറച്ചുകൂടി ഏടതൊക്കെ. ഇത് സുഖമുണ്ട് അല്ലേ? തുണി നല്ല തുണി. കോട്ടന് നല്ല ബ്രാൻഡൊക്കെ. അതിന് റേറ്റും ഉണ്ട് അത്യാവശ്യം അല്ലേ? ഹാഫ് സാൻഡ് ഓപ്പ് വെറുതെ ഇല്ല. അതെവിടെയാണ് ഇടക്കിരുന്നാണ് എടുക്കണ കട? അന്നാളെ ആദ്യം ഡ്രസ് എടുത്ത് തരുന്നുണ്ട് കുട്ടികൾക്കാണ്. ഇത് പച്ച ചെറുതാട്ടോ. ഇതിപ്പോ ഒരു പാമ്പേഴ്സ് ഇട്ട് കൊടുത്താലും ഓൻ്റെത് കറക്റ്റാ. ഇതുണ്ട് അങ്ങനെ ഇതൊരു കൂട്ടം കുഞ്ഞു കവറും അല്ലേ? കുട്ടിക്ക് ഒറ്റ കവറ് തന്നിട്ട് പിന്നെ വരുന്നത് ഇത് കാണണ്ടതൊക്കെ കാണുന്നുണ്ട്. പിന്നെ വന്നിട്ട് കൊച്ചിമുളി ഉണ്ടാക്കുന്ന കാണാണ്. ഇത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയല്ലേ വാവാഷൂട്ട്. ഇത് കണ്ട വീടാണ്ടോ കറിയക്കാരത് ഒരു സെറ്റ് നമുക്ക് അന്ന് കിട്ടീന്. വാവാഷൂട്ടാണ്. ഇത് പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും ഒക്കെ ഇടല്ലേ? പിന്നെ എടുത്തേക്കാം. ഇതൊക്കെ കുറച്ച് വലുതിട്ടണ ആ സൂപ്പ് അല്ലേ? ഇതൊക്കെ ഇങ്ങനെ കടന്ന് ഇത് ആയതറിയോ? റിതുവിന്റെ 3 തുണക്കാരന്മാര് വന്നീനി. ഇത് നമ്മളെ റിതുവിനെ സ്കൂൾ വിട്ടുന്നു. തന്നെ എന്നിട്ട് തറവാട്ടിന്ന് വലിച്ചു വന്നു ചെറിയപ്പൂ. ഒന്നിട്ടിയപ്പോ ഇത് മറ്റേ വലിച്ചെറിഞ്ഞോ? അതാ അതിന്റെ തോണ കാണാൻ തറവാട്ടത്തെ പൊട്ടുണ്ട്. കഴിച്ചേം കിട്ടീന. അതിന്റെ കഴിച്ചേം പോയിക്കണല്ലോ. അങ്ങനെ ഓന് കണ്ടപ്പോ മനസ്സിലായതാവോ? കമ്മട്ടത്ത് ഓല അറിഞ്ഞിട്ട് തന്നെയല്ല ചെരുപ്പ് പോയത്. റിതുവിന്റെ സ്കൂള് പഠിച്ച ഓന്റെ ഫ്രണ്ട് ഇവിടെ ഉപ്പട പോയിങ്ങാണ്ട് 3 ആളും ഷെയർ ചെയ്ത് പൈസ ഓല് കൊണ്ടുവന്നതാ. അത് ഇന്ന് കഴിഞ്ഞോ? എങ്ങോട്ട് ചാളി ഞാൻ പറഞ്ഞേ കഴിച്ചിട്ടുങ്ങാണ്ട് പൈപ്പും കരി പോയിങ്ങാണ്ട് കയ്യും കാലും ഒക്കെ സ്കൂളത്തെ പൊടി മണ്ണും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു കൂട്ടട്ടെ. ഇത് നമ്മളെ റിതുവിന്റെ ഫ്രണ്ടാള് തന്നല്ലേ? എന്റെ കൂട്ടുകാരന്മാരെന്ന് വരിക. എന്റെ കൂട്ടുകാരന്മാരോ ചെല്ലി അജ് കണ്ടില്ല? അത് നൈസറിയിലടാ ചെല്ലി കേക്കി വാ. ഓനെ കൊണ്ടുവരാൻ ഇതാരതടി? നോക്കട്ടെ. അത് മുനീറ താത്താന്റെ അമ്മ അല്ല. മറന്നിട്ട് ആശുപത്രി. ഇതല്ല രസമുണ്ട്. നമുക്ക് നല്ലാണ് ഇടാ സുഖാണ്. ഇല്ലാത്ത കളർ എല്ലാരും കൊണ്ടുവന്നിരുന്നുണ്ട്. ഇതേമാതിരി എടുത്തേക്കാം. അങ്ങനെ ഈ ഒരു കൂട്ടം കഴിഞ്ഞു. പിന്നെ വരുന്ന ഇത് അപ്പൊ ഒരേ പട്ടിയാണല്ലോ. എന്നാ ഇതാണ്. ഇതാരാ ഇത് ചോർന്നതാ? ഞാനോ? ഇത് പൊട്ടിച്ചില്ല. പൊട്ടിച്ചിക്കണ മറ്റേ ചേക്കെടുത്തേക്കാണ്. അതിലൊക്കെ മാറ്റി പൊട്ടിച്ച ഇത് ചോർന്നല്ലേ? ഇതൊക്കെ കാണൊക്കെ ഞാൻ കൊണ്ടുവന്ന അല്ല. ഇത് താഴത്തെ താത്ത
ആ ആ അങ്ങനെ എന്തൊരു കൂട്ടം കണ്ടൊക്കെ ഇല്ലാത്ത ആ കാലത്തൊരു ചോപ്പ് ജംഷികാക്ക ഒന്ന് നല്ല രസമുണ്ട്. യോ ജംഷികാക്കാണ് തണുപ്പിന് പോകുമ്പോഴൊക്കെ ഊട്ടി ഇടാ. പോകുമ്പോടാ അതിന് ഒരു പോക്കില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഊട്ടിയാണല്ലോ, എന്താ ആ തണുപ്പ്. ഞാൻ ഇന്ന് പൊറാട്ട ആകാൻ പോയപ്പോ എല്ലാരും മങ്ങി തൊപ്പിയും കയ്യറൊക്കെ ഇട്ട് നടക്കുക അങ്ങാടി കൂടെ. ഞാൻ എന്റെ കൈ മരവിച്ചിട്ട് വന്നിട്ട് പൊറാട്ട പിച്ചു കജ്ജിനില്ലടി, കജ്ജിന് ബലം നല്ല കിട്ടുന്നില്ല. തണുപ്പാണ്. നമ്മളിവിടെ ഉള്ളു തണുപ്പ് കുറച്ച് കുറവ് ഇവിടെ. അവിടെ തീരും തണുപ്പാട്ടോ. നാളെ ഇതാട്ടോ ക്രിസ്മസിന്റെ പരിപാടി, അതുകൊണ്ട് ക്ലാസ് പറയാം സ്കൂൾക്ക്. നാളെ ലാസ്റ്റ് പരീക്ഷയാണ്. പായസം കിട്ടും നാളെ. പായസം ഉണ്ട്, പരീക്ഷ ഉണ്ട്. ആ അല്ലേ, ഷംനന്റെ ഗിഫ്റ്റ്. നിങ്ങൾ ഒരു വട്ടം കണ്ടാണ്? ഇല്ല, ആ അതില് കണ്ടുക്കണോ എന്റെ വീഡിയോയില്? നമ്മളെന്താ ഒരു ഇത് നല്ലോ പറ്റി. നല്ല രസം, നല്ല തുണി, നല്ല കാണാം. നല്ല വേറൊരു ഐറ്റം, രണ്ട് സൈഡിലും ബട്ടണല്ലേ. അതെ, നമ്മളോള് പള്ളിയിലുള്ള ടൈമിൽ നോക്കിയ ഓർമ്മ എനിക്ക്. എന്ത് ഇത് കെട്ടണ കുപ്പായം വാങ്ങിയപ്പോ സൈഡില് വട്ടല് കൊണ്ടേക്ക് പറഞ്ഞു. അവിടുന്നാ വാങ്ങി? വന്നിട്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വാങ്ങണമെന്ന്. അങ്ങനെ കൊറേ ആൾക്കാര് കൊണ്ടുവന്നു. ഇനി കൊറേ ആൾക്കാര് മൂത്തമാര് അങ്ങനെ അമ്മമാരൊന്നും എത്തി. സാധനം കിട്ടാനല്ലേ നമ്മള് പറയുന്നത്. ഇല്ലോലും ഓരോ കാരണം കൊണ്ട് വന്നില്ല. മാങ്ങള് നല്ല രസാ. ഇനിയിപ്പൊ തോന്നുമ്പോ ഒരു തലക്കൊന്ന് പോരും. ഇങ്ങനെ പാനി കൊണ്ടേ കൊടുക്കണം. അങ്ങനെ ഇതൊക്കെയാണ് ഗിഫ്റ്റ്. എന്നിട്ട് ഇന്നോ പോയി ചോറുന്നോ? ചോറുന്നോ? ഇതൊക്കെ നിർത്തട്ടെ. ഇതൊന്നും പാടായ 90 40 പക്ഷെ നീളം തോന്നണ എന്താ അറിയോ, ഫുള്ളായിട്ടാ ഇട്ടൊക്കെ പാവം. അല്ലേ, ഇതൊക്കെ എന്താ പറയാ, നമ്മള് പെരിയിൽ ഇട്ട് കൊടുക്കുമ്പോ ഇടങ്ങാറാണ്. മൂത്രം ഒഴിച്ചോ ലാവാവൂലോ കുപ്പ. നമ്മളത് പിന്നെ കേടൊന്നും വരൂല, കാലാകാലം ഉണ്ടാവും. എന്നെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനേ രക്തം ഉണ്ടാവാൻ വേണ്ടിട്ട് അന്ന് പള്ളിയിലുള്ള ടൈമില് കാരക്ക പാക്കറ്റ് വാങ്ങി നമ്മളന്ന് കൊണ്ടുപോയില്ലേ. അത് ഞാൻ ഒരു ദിവസം നോക്കുമ്പോണ്ട് ഒരു കുരു മാത്രം. ഞാൻ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാന്നല്ലാതെ തിന്നൂലല്ലോ, ചോർമ്മ ഉണ്ടാവൂല. എപ്പോഴേലും ഒരു ഓർമ്മ പോകുന്ന തിന്നും. ഇഷ്ടല്ല അത് കാരക്ക. പിന്നുണ്ട് ഇപ്പൊ ഒരു ദിവസം ഇങ്ങോട്ട് വിരുന്നില്ലേ, ഒന്നായിട്ട് വാരി കൊടുക്ക തോന്നേ, കവറിലും ഉണ്ട് ഒരു കുരു. ഈ ചെങ്ങായിയാണ് കള്ളം. ചോറും കഞ്ഞി തിന്നൂലല്ലോ, അല്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ തിന്നോളൂ. ഇപ്പൊ ഞാനോട് കേൾക്കാൻ പറഞ്ഞോ? എന്താ ഈ പറയുന്ന കേട്ടാല് ഞാൻ പോവും. നല്ലതൊക്കെ അങ്ങനെ ആകും. ചെലപ്പോ മനസ്സിലായി. നോടെ കഴിച്ചേനും കാണാല്ലേ അവിടെ കണ്ടുപിടിച്ച്. അല്ല, പരീക്ഷക്ക് പോയിട്ട് എന്തേ കൈമ കാട്ടി വെച്ചിക്കണ്? ആൻസർ കിട്ടിയിട്ട് ആ നേരം കൊണ്ട് വരച്ചൂട്ടി വെച്ചാ വരച്ചിട്ട് എന്തോ പേര് എഴുതിയിട്ട് തെറ്റിച്ചു നോക്കാ. ദിയാന എങ്ങനെ വെച്ചു വരുന്നത്? ദിയാനെ സിഫ്ന ഇതൊന്ന് വായിച്ചാ എന്താ എഴുതി വെച്ചോ? എഴുതാൻ അറിയെങ്കിലല്ലേ എഴുതുള്ളൂ. എന്താ ദിയാനെ? എന്താ ദിയാന എഴുതിക്കണ? ദിയാനല്ല, ഇപ്പൊ മനസ്സിലാവണല്ലോ. എന്താ ദിയാന എഴുതിക്കണേ? എന്തോ എഴുതിയേക്കാണ്. ഇല്ല, ലാസ്റ്റ് എന്തോ ലാവൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ പരീക്ഷ? കോപ്പി ചെയ്തല്ലേ കജ്ജുമ്പോ? കോപ്പിയിലും കൊണ്ടുപോയിക്കോളുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല. നാളെ ടീച്ചറെ കാണട്ടെ വീഡിയോ. ആരെന്ന് പറഞ്ഞു എനിക്ക്? സീനെ പഠിച്ചോ? ഒക്കെ എഴുതിയോ? എത്രയില മാർക്ക്? ലഡി മാർക്കൊക്കെ അത്യാവശ്യം ഉണ്ടാക്കും, ജയിച്ചൊക്കത്തിന്. പഠിപ്പിയാണ്, പഠിച്ചൂലെന്നുള്ളു. പക്ഷെ എന്തേലൊക്കെ പേപ്പറിലുണ്ടാവും.
ചില കുട്ടികൾ നേരല്ല ഓന് പഠിച്ചാൻ നേരല്ല, തിന്നാൻ നേരല്ല, ഓന് ബിസിയാണ് ഫുൾ ടൈം. ബേജാറാണ്. നാളെ ലോകയില്ല ലോക അത് ഉണ്ടായിട്ട് നല്ല എപ്പച്ചി വിളിച്ചിട്ട് ഓനെ അങ്ങോട്ട് പോണില്ല. ഫിദാൻ ഇവിടെ കടന്ന് ഉറങ്ങി. ഓനെ വെള്ളം കുറഞ്ഞിട്ടും അത് നീച്ചണില്ല, പേര് ഉറക്ക്. അതില് കുഞ്ഞുമാന് പേടിയായിട്ട് ഇവനെ വിളിച്ചു. ഇവനാണെങ്കിൽ ആ സിനിമ കണ്ടിട്ട് പോണൂല്ല. എന്നിട്ടോ ലാസ്റ്റ് സോപ്പിട്ട് ഹോട്ട്സ്റ്റാറിൽ സിനിമ ഇട്ടരാന്നൊക്കെ പറഞ്ഞ് വലിച്ചോടി കൊണ്ടുപോയി. എന്നിട്ടിട്ടൊന്നോ ഓൻ പോകൂല, അത് കണ്ടു തിരിക്കാണ്. സാധനം രസാ പടം. അല്ലേ നീലി എന്നാ, തിന്നോ. ഓൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓന് അല്ലാതെ തടിയുണ്ട് നമ്മളെ കിഡ്നാക്കിലെ ചോറന്ന. ടൈം എത്ര ആയാവല്ലേ? പോകാനാ വെല്ലിപ്പോ നീച്ചിട്ട് വേണം അതിനൊന്ന് എടുത്തിട്ട് പോകാൻ. ആരും നീക്കണേ അന്തിക്ക് വരണം എന്നാലേ. ഇപ്പൊ നേരം 3 മണിയായി. ഞാൻ പോവാണ്. ഉമ്മി ഓള് ഇവിടെ ഉണ്ട്, കുട്ടീനെ ഉറക്കാണ് ഓള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയിലൊക്കെ വൈൻഡപ്പില് കറക്കിരിക്കൊക്കെയാണ്. അപ്പൊ ആരും വൈൻഡപ്പിനില്ല. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ പോയിട്ടോ പോട്ടെ.